Hi, this is me, Casac Benjali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ 10 ഹാബിറ്റുകളെ കുറിച്ചാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ജീവിതത്തെ പല രീതിയിൽ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 10 പ്രധാനപ്പെട്ട ഹാബിറ്റുകളാണ്. ഇഫ് വി ആർ പ്രാക്ടീസിങ് ദിസ് ഓൾ ദ ഹാബിറ്റ് വി ക്യാൻ ബിക്കം എ ഗ്രേറ്റ് സക്സസ്ഫുൾ. നമുക്കും വളരെ വലിയ സക്സസ്ഫുൾ ആകാൻ സഹായിക്കുന്ന ഹാബിറ്റാണ് ഇത്. നിങ്ങളൊരു 90 ഡേയ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്തു ഈ ഹാബിറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു 90 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ തുടങ്ങാം അല്ലേ. ഒന്നാമത്തെ ഹാബിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഗോൾ ഉണ്ടായിരുന്നു. നിങ്ങൾ വിജയിച്ച 100, 10,000, 15,000 അല്ലെങ്കിൽ 50,000 ആളുകളെ ലിസ്റ്റ് എടുത്തിട്ട് അവരുടെ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്കും. ഒരാൾ പോലും അതിനകത്ത് ഗോൾ ഇല്ലാത്തവരുണ്ടാകില്ല. ഗോൾ ഇല്ലാത്ത 100 കണക്കിന് ആളെ കിട്ടും, നിങ്ങൾക്ക് പലയിടത്തും കാണാൻ കഴിയും. പക്ഷെ വിജയിച്ച ആളുകൾക്കിടയിൽ ഒരാൾ പോലും ഗോൾ ഇല്ലാത്തവരായിരിക്കില്ല. ഗോൾ ഉള്ള എല്ലാവരും വിജയിച്ചിട്ടുണ്ടാവില്ല, അത് ശരിയാണ്. പക്ഷെ വിജയിച്ച ഒരാളും ഗോൾ ഇല്ലാതെ വിജയിച്ചിട്ടുണ്ടാവില്ല. അവർ വിജയിച്ചത് മുഴുവനും ഗോൾ ഉള്ളത് കൊണ്ട് തന്നെ. രണ്ടാമത്തെ സക്സസ്ഫുൾ ഹാബിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ വിജയിച്ച എല്ലാവരെയും എടുത്തു നോക്കൂ, അല്ലെങ്കിൽ വിജയിച്ച ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം മറ്റൊരാളെ ഏൽപ്പിക്കില്ല. നമ്മൾ എന്താ ചെയ്യുക? എൻ്റെ ജീവിതം ഇങ്ങനെയായതിന് എൻ്റെ അച്ഛനാണ് ഉത്തരവാദി, എന്നെ പഠിപ്പിച്ച ടീച്ചർ എന്നെ നന്നായിട്ട് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്, എൻ്റെ ഭാര്യയാണ് ഉത്തരവാദി, എൻ്റെ പെങ്ങളാണ് ഉത്തരവാദി, എൻ്റെ സഹോദരനാണ് ഉത്തരവാദി, അവരങ്ങനെ ചെയ്തുകൊണ്ട് ഇവരങ്ങനെ ചെയ്തുകൊണ്ട്, എൻ്റെ സ്റ്റാഫ് ചെയ്താത്തത് കൊണ്ട്, എൻ്റെ മാർക്കറ്റിംഗ് ഇങ്ങനെ ആയതുകൊണ്ട്, ഗവൺമെൻറ്റിനെ കൊണ്ട്. അങ്ങനെ നമ്മുടെ പരാജയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിയാക്കാൻ നമ്മൾ ആരെങ്കിലും ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്യും. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളും അത് ചെയ്യില്ല. ദേ അക്സെപ്റ്റ് it is their mistake. They know if they can change their life, their entire surrounding will become changed. മൂന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ the great self discipline. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പട്ടാളമാണ്. പോലീസിനേക്കാളും മറ്റെന്തിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള സോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് പട്ടാളമാണ്. ഒരു രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും മറ്റു രാജ്യത്തെ ആക്രമിക്കാനൊക്കെ കഴിയുന്ന ആയുധങ്ങളും വലിയ വലിയ ആയുധങ്ങളും, ഒരുപക്ഷെ പല രാജ്യങ്ങളിൽ ലോകത്തെ തന്നെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റുന്ന അത്രയും വലിയ ആയുധ ശേഖരങ്ങളൊക്കെ ഉള്ളത് പട്ടാളക്കാരുടെ കയ്യിലാണ്, ഫോഴ്സിന്റെ കയ്യിലാണ്. എന്നാൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ ഉള്ളതും പട്ടാളക്കാർക്കായിരിക്കും. ഏറ്റവും ശക്തമായ ഡിസിപ്ലിൻ പാലിക്കേണ്ടതും അവർക്ക് തന്നെ. കാരണം എന്താ? ഡിസിപ്ലിൻ ഉള്ള ആളുകൾക്ക് മാത്രമേ ഏതൊരു ആയുധത്തെയും ഫലപ്രദമായ രീതിയിൽ, നഷ്ടം സംഭവിക്കാത്ത രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ആളുകളുടെ കയ്യിലാണ് തോക്കും ആയുധങ്ങളും ഉള്ളതെങ്കിൽ എന്താ സംഭവിക്കുക? അയാളും നശിക്കും, ചുറ്റുമുള്ള രാജ്യവും നശിക്കും. നമ്മളുടെ കയ്യിൽ അതിശക്തമായ ആയുധങ്ങളുണ്ട്. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന, ബ്രെയിൻ എന്ന് പറയുന്ന, നമ്മുടെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആയുധത്തെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പർപ്പസിലേക്ക് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. എന്താണ് സെൽഫ് ഡിസിപ്ലിൻ? സമയത്തെ ആവശ്യമുള്ളതിലേക്ക് മാത്രം ഉപയോഗിക്കുക. മൈൻഡിനെയും ചിന്തകളെയും ആവശ്യമുള്ളതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശീലങ്ങളും നമ്മളെ ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്യാനോ പെർമനൻ്റ്ലി ഹാപ്പി ആക്കാനോ. പെർമനൻ്റ്ലി ഹാപ്പിനെസ്സിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം ടെമ്പററി പ്ലഷറാണ്. ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും പോൺ വീഡിയോസ് ആണെങ്കിലും കള്ളു കുടിക്കുന്നതാണെങ്കിലും ഇതൊന്നും പെർമനൻ്റ് ഹാപ്പിനെസ് തരുന്നതല്ല, ടെമ്പററി പ്ലഷറുകളാണ്. പക്ഷേ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം, ഊർജം, ആരോഗ്യം, റിസോഴ്സ്, മൈൻഡ്, പവർ എല്ലാം യൂസ് ചെയ്യുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ്സിനും മറ്റുള്ളവരുടെ ലൈഫിലോ നമ്മുടെ ലൈഫിനോ മൂല്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഡിസിപ്ലിൻ. നാലാമത്തത്, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ഇന്ന് കാണുന്നുവെങ്കിൽ അവർ ഏത് ലെവലിലാണോ ഉള്ളത്, അടുത്ത വർഷം നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒരു 25% അവരുടെ ലെവൽ ഓഫ് ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ അത് പണമാകാം, അവരുടെ സക്സസ് റേഷ്യോ ആകാം, അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫ് സ്ട്രെങ്ത് ആകാം, അല്ലെങ്കിൽ ജോലിയിലുള്ള പ്രൊമോഷൻ ആകാം, വരുമാനമാകാം, ഏതെങ്കിലും രീതിയിൽ 20 മുതൽ 25% അവർ ഗ്രോ ചെയ്തിട്ടുണ്ടാവും.
ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? കാരണം സക്സസ്ഫുൾ ആയ ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ അവരുടെ കഴിവിനെയും അവരുടെ ഇൻഫ്ലുവൻസിനെയും അവരുടെ അറിവിനെയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സെൽഫ് ഡെവലപ്മെൻറ്റിൽ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കും. കാരണം അവർക്കറിയാം അവരുടെ വിജയത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ പരിധിയാണ്. ഒരു ക്രിക്കറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ പാടത്ത് കളിക്കുന്ന അല്ലെങ്കിൽ പറമ്പിൽ കളിക്കുന്ന ക്രിക്കറ്ററും ഇൻ്റർനാഷണൽ ഗ്രൗണ്ടിൽ കളിക്കുന്ന ക്രിക്കറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോരുത്തരും എഫേർട്ട് എടുക്കുന്നു എന്നതിൻ്റെ വ്യത്യാസം മാത്രമാണ്. പറമ്പിൽ കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കാരൻ നിരന്തരമായിട്ട് കഠിനാധ്വാനം ചെയ്ത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കുന്ന അതേ ലെവലിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, സെൽഫ് ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം അയാളും ഇൻ്റർനാഷണൽ മാച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ നിങ്ങളുടെ പരിധി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെവലപ്മെൻറ്റിൻ്റെ പരിധി വരെ മാത്രമാണ്. റെഡിയല്ലേ? ഇനി അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സക്സസ് ഹാബിറ്റുകൾ ഒന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ വായിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും നല്ല വായനക്കാരായിരിക്കും. കാരണം അവർക്കറിയാം അവരുടെ ജീവിതത്തെ മാറ്റണമെങ്കിൽ, അവരെ കാഴ്ചപ്പാട് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അവർ വായിച്ചുകൊണ്ടിരിക്കണം. ആ കാഴ്ചപ്പാടിൻ്റെ വികാസത്തിനനുസരിച്ചിട്ടാണ് ഗോളുകൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. സാധാരണക്കാരൻ കാണുന്നതിനേക്കാളും വലിയ കാഴ്ചകൾ, സാധാരണക്കാരൻ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് ചിന്തിക്കുന്നത്, സാധാരണക്കാരൻ എടുക്കുന്ന തീരുമാനത്തിനപ്പുറത്ത് അവർക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നത്, സാധാരണക്കാരൻ സ്വപ്നം കാണുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നത്, എലൻ മസ്ക് പോലെയൊക്കെ ചൊവ്വയിൽ പോയിട്ട് അവിടെ സ്ഥിരതാമസമാക്കുന്നതിനെ കുറിച്ചൊക്കെ സ്വപ്നം കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായ വായനയാണ്. നിരന്തരമായി കിട്ടിയ ചാൻസിലൊക്കെ വായിക്കും. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ നല്ല വായനക്കാരായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സമയത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ മാനേജ് ചെയ്യും. ആറാമത്തെ കാര്യം, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും അവരുടെ സമയത്തെ വേസ്റ്റ് ചെയ്യാതെ മാനേജ് ചെയ്യുന്നതായിരിക്കും. അതായത് അവരുടെ സമയത്തിൽ 80% സമയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ മാത്രമേ സ്പെൻഡ് ചെയ്യുള്ളൂ. ഈവൺ അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അവർ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങളിൽ അവർ സമയം സ്പെൻഡ് ചെയ്യില്ല. വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ 80% സമയവും അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അവരെ അറിവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അവരെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവർ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയ ആളുകളുമായിട്ട് ഇടപെടുക തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമായിരിക്കും സമയത്തെ മാനേജ് ചെയ്യേണ്ടത്. ഒരു മനുഷ്യൻ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും അയാൾ ഏത് രീതിയിൽ സമയം സ്പെൻഡ് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സമയം മാനേജ് ചെയ്തിട്ടുണ്ടാകും. സമയം മാനേജ് ചെയ്ത ഒരാളുകൾക്ക് മാത്രമേ സക്സസ് ആകാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏഴാമത്തെ ഹാബിറ്റാണ്. ഏഴാമത്തെ ഹാബിറ്റ് നമ്മളിൽ പലരും എടുക്കാത്തൊരു ഹാബിറ്റാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറാണ്. കംഫർട്ട് സോണിൽ ഇരിക്കാൻ അവർ വില്ലിങ് അല്ല. ഇപ്പോൾ നമുക്കറിയാം പല ആളുകളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി കയറുക, ലൈഫ് സെറ്റിലാക്കുക, ആ ഗവൺമെൻറ് ജോലിയിൽ അങ്ങനെ കഴിഞ്ഞുകൂടി അതിൽ തന്നെ അങ്ങനെ ജീവിച്ച് അങ്ങനെ പോവുക. കാരണം എന്താ? അതൊരു സേഫ് സോണാണ്. സ്ഥിരം ഇൻകം, പെർമനൻ്റ് ആയിട്ടുള്ള ഇൻകം കിട്ടും, സേഫാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്ത് വിഡ്ഢിത്തമാണ്! എന്താണ് ഈ സേഫ്റ്റി എന്ന് പറയുന്നത്? നിങ്ങൾ നാളെ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ വീഡിയോ ഷൂട്ട് അവസാനിച്ചിട്ട് വീട്ടിൽ പോകുമെന്നുള്ള എനിക്ക് ഗ്യാരണ്ടി ഇല്ല. ഞാൻ പോകുന്ന വഴിയിൽ ആക്സിഡൻറ്റിൽ മരണപ്പെടാം, നിങ്ങൾ മരണപ്പെടാം. കാരണം ആവറേജ് 10 ലക്ഷത്തോളം ആളുകൾ ഓരോ ദിവസവും മരിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. ആവറേജ്, ആക്യുറേറ്റ് അല്ല, ആവറേജ്. ലൈഫിന് പോലും സേഫ്റ്റി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജോബ് സേഫ്റ്റി ആണ് ബൈ? ടേക്ക് സം റിസ്ക്. അതല്ലേ ത്രില്ല്. ലൈഫിന് റിസ്ക് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആ ലൈഫിൽ എന്തൊരു ലൈഫ് ഉണ്ടോ? സക്സസ്ഫുൾ ആയിട്ട് ആളുകൾ എപ്പോഴും റിസ്ക് എടുക്കുന്നവരായിരിക്കും. അനാവശ്യമായ റിസ്ക് അല്ല. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് യാതൊരു സേഫ്റ്റി ഇല്ലാതെ താഴേക്ക് ചാടുന്നതിൻ്റെ പേര് റിസ്ക് എന്നല്ല, വിഡ്ഢിത്തം എന്നാണ്. മറിച്ച് 100 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ പോയി പാരച്യൂട്ടൊക്കെ കെട്ടി അത്യാവശ്യം നന്നായിട്ട് 100 നില മുകളിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത് പരിശീലകൻ്റെ കൂടെ പരിശീലിച്ച് ഗൈഡ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴെ പോയി ചാടുക. എന്നിട്ട് പാരച്യൂട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി പാരച്യൂട്ട് ഓണാക്കി വരും. അതിൻ്റെ പറയുന്ന പേരാണ് റിസ്ക് എന്ന് പറയുന്നത്. പിന്നെയോ എട്ടാമത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കീപ് ഗോയിങ്. നമ്മുടെ ലൈഫിലൊക്കെ പലപ്പോഴും പല ആളുകളും ലൈഫിൽ ചാലഞ്ചസ് വരുമ്പോൾ, ലൈഫിൽ പ്രതിസന്ധി വരുമ്പോൾ, പല ബിസിനസ്സുകാരടക്കം ചെറിയൊരു ബിസിനസ് അതൊരു അപ്രൂവൽ കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ പോലും പലരും ആത്മഹത്യയിലേക്ക്, കാരണം അവർ അത്രയും അത് വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. ഞാനത് ഉൾക്കൊള്ളുന്നു. അവരുടെ മനസ്സിനകത്തുള്ള ടോർച്ചറിങ് ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവും. പല പ്രതിസന്ധികൾ കടന്നു വന്നിട്ടൊരു ബിസിനസ് തട്ടിക്കൂട്ടുമ്പോൾ ചില ആളുകൾ അപ്രൂവൽ കൊടുക്കില്ല. ഇപ്പം എൻ്റെ ഒരു ഡോക്യുമെൻറ്റിന് ഞാൻ 1.5 വർഷമായി കേരള ഗവൺമെൻറ്റിൻ്റെ പല ഓഫീസുകളിലായിട്ട് കയറി നടക്കുന്നുണ്ട്. കിട്ടിയിട്ടില്ല. ലീഗലായിട്ട് കിട്ടാൻ അർഹതയുള്ള സാധനമാണ്, പക്ഷെ കിട്ടിയിട്ടില്ല. എന്താ ചെയ്യുക? അപ്പോൾ ഇങ്ങനെയുള്ള
പല പ്രതിസന്ധികളും പല ബുദ്ധിമുട്ടുകളും ഒക്കെ പലർക്കും നേരിടേണ്ടി വരും. പക്ഷേ ഡോണ്ട് സ്റ്റോപ്പ് യുവർ മൂവിങ്, കീപ് മൂവിങ്. ചാലഞ്ചസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഏത് ചാലഞ്ചസ് ഉണ്ടെങ്കിലും, ഏതൊരു ഗെയിം പ്ലാൻ ഉണ്ടെങ്കിലും, എന്ത് കളി ഉണ്ടെങ്കിലും ശരി, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് വിൻ ചെയ്യാനുള്ള ഒരു പ്ലാന് കാണും. ഫുട്ബോൾ കളിയിൽ നമ്മളെപ്പോഴും അർജന്റീന ബ്രസീൽ മത്സരങ്ങളൊക്കെ പലപ്പോഴും വെടിയെടുത്തുമ്പോൾ പറയാറുണ്ട് മത്സരത്തിന്റെ സൗന്ദര്യം അതാണ് ഇതാണ് അങ്ങനെയാണൊക്കെ പറയാറുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും ശരി, അവസാനം മത്സരം കഴിഞ്ഞിറങ്ങുമ്പോൾ ആരാണ് വിജയിച്ചത് എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. നിങ്ങൾ എത്ര നന്നായി കളിച്ചാലും, എത്ര സുന്ദരമായി കളിച്ചാലും, എത്ര കാവ്യാത്മകമായി കളിച്ചാലും, അവസാനം എതിരാളിയുടെ വലക്കകത്തേക്ക് കയറി ഗോൾ അടിച്ച് വിൻ ചെയ്യാനുള്ള ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരിക്കണം. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്താലും, എങ്ങനെ ചാലഞ്ചസ് നേരിടേണ്ടി വന്നാലും, എത്ര ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും, എത്ര പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു വിന്നിങ് പ്ലാൻ അവരുടെ കയ്യിലുണ്ടാകും. വിജയിക്കുകയും ചെയ്യും. അതാണ് 9ാമത്തത്. 4000 തവണ പരാജയപ്പെട്ടപ്പോഴും ജയിക്കുമെന്ന് ഉറപ്പിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു തോമസ് ആൽവ എഡിസന്റെ കയ്യിൽ. ബൾബ് അങ്ങ് കത്തിച്ച അദ്ദേഹം. അതിന്റെ പേരാണ് വിന്നിങ് പ്ലാൻ. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ എപ്പോഴും വിന്നിങ് പ്ലാൻ ഉണ്ടാവും. പിന്നെ 10ാമത്തെ ദ ലാസ്റ്റ് ഹാബിറ്റ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ഹാബിറ്റ്. ഇതിൽ തിക്കുന്നു എന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഹാബിറ്റുകൾ മാത്രമേ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കഷൻ എടുത്തിട്ടുള്ളൂ. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവർക്ക് സന്തോഷം തരുന്ന, അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും അവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും അവരെ ഗോളായിട്ട് മാറുക. മടുക്കാതെ, നിരാശയില്ലാതെ, സങ്കടമില്ലാതെ, വെറുപ്പില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 2015-16 കാലഘട്ടം വരെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ വേറെ ആരുടെയോ ഗോൾ വേറെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് സക്സസ് ഡസന്റ് മീൻ ദാറ്റ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി. Success doesn't mean that having a lot of career growth. No. സക്സസ് എന്ന് പറഞ്ഞാൽ കുറേ പണം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കരിയറിൽ വലിയ പൊസിഷനിൽ എത്തുകയോ കുറെ കാറ് വാങ്ങിക്കുകയോ കുറെ വീട് വാങ്ങിക്കുകയോ എന്നൊന്നും അല്ല. മറിച്ച് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മീൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തുകൊണ്ട്, ഇഷ്ടപ്പെട്ട കാര്യം മടുക്കാതെ ചെയ്തുകൊണ്ട്, ഇഷ്ടപ്പെട്ട കാര്യത്തെ ജീവിതമാർഗമാക്കി അതിൽ ബിസിനസ്സോ അതല്ലെങ്കിൽ ജോലിയോ ചെയ്തുകൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം ആസ്വദിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കൊക്കെ പോയി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഇഷ്ടപ്പെട്ട സന്തോഷം തരുന്ന രീതിയിൽ ജീവിക്കുക. നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും വാല്യൂ മറ്റുള്ളവർക്ക് കൂടെ ക്രിയേറ്റ് ചെയ്യുക. മറ്റുള്ളവരും കൂടെ നമ്മുടെ കഴിവ് ഉപയോഗിച്ച്, നമ്മുടെ അറിവ് ഉപയോഗിച്ച്, നമ്മുടെ പണം ഉപയോഗിച്ച് സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നതാണ് സക്സസ് എന്ന് പറയുന്നതിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവരെത്ര കഠിനാധ്വാനം ചെയ്താലും, അവരെത്ര പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും, എത്ര ചാലഞ്ച് നേരിടേണ്ടി വന്നാലും, നമുക്കാണ് അതൊക്കെ ചാലഞ്ച് എന്ന് തോന്നുള്ളൂ. അവരപ്പോഴും ഹാപ്പി ആയിരിക്കും. കാരണം എന്താ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ശരി, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ശരി, അവർ ചെയ്യുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഒരു നല്ലൊരു ഫുട്ബോൾ കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഫുട്ബോൾ കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ശരിയാണ്, ഫിസിക്കലി ചാലഞ്ചിങ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ആ 10 മണിക്കൂർ ചെയ്യുന്ന ആ കാര്യമുണ്ടല്ലോ, അത് അയാളെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ക്രിക്കറ്റ് 6 മണിക്കൂറെങ്കിലും കളിച്ചോണ്ടിരിക്കുക. വേറൊരാളെ നോക്കുമ്പോൾ ഇയാൾക്ക് വേറെ വട്ടമൊന്നുമില്ല. എന്ത് ബുദ്ധിമുട്ടാണ് 6 മണിക്കൂർ ബാറ്റും കൊണ്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക എന്ന് പറയുന്നത്. നോ മൈ ഡിയേഴ്സ്, he was doing what he loved to do. I am doing what I love to do, my dear. Training and communication is what I love to do. And successful people are always doing what they love to do. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങളൊന്ന് പുറത്തു കിടന്ന് ലൈഫ് എപ്പോഴും ഹാപ്പിയായി സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് കുതിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും അത് വേറെ ബിസിനസ്സിലുമൊക്കെ നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പല തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പല ഈവൻറ്റുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ബിസിനസ് പ്രോഗ്രാമുകളെല്ലാം നടക്കുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കൗൺസിലേഴ്സ് മുഴുവൻ ഡീറ്റെയിൽസും തരും. അതിൽ നിന്ന് നിങ്ങളുടെ ലൈഫിന് ഏറ്റവും ആപ്റ്റായത്, നിങ്ങളുടെ ലൈഫിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന് മാറ്റിമറിക്കാൻ കഴിയും. സ്വാഗതം ഒരിക്കൽ കൂടി ലൈവ് ഇവൻറ്റിലേക്ക്, ഓൺലൈൻ പ്രോഗ്രാമുകളിലേക്ക്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കരുത് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, കസാക് ബെഞ്ചാലി. താങ്ക് യു. ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി.